ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്ക് സുഖമാണ്. ഇപ്പം കണ്ടോന്ന് രാവിലെ നല്ല മഴ കേട്ടോ. ആ കുട്ടിയൊക്കെ മദ്രസക്ക് പോയിക്കണ്, എന്നിട്ടാണ് ഈ മഴ കേട്ടോ. നല്ല മഴ പെയ്തു. അപ്പം ചന്തൻ്റെയൊക്കെ സമയത്താട്ടോ മഴ. ഈ മതിൽ കാണുന്നതിൻ്റെ നേരെ അപ്പുറത്ത് ചന്തയാണ് കേട്ടോ. അപ്പോൾ വാങ്ങിയ മീൻ ചോപ്പനും ഈ 2 സൈസ് മീനാട്ടോ. അതിൽ ഈ മീൻ ഇന്നലത്തെയാണ്, ചോപ്പനാണ് ഇന്ന് വാങ്ങിയ മീൻ. അപ്പം അങ്ങനെ നമുക്ക് എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ കറി വെച്ച് അങ്ങനെ മീൻ കറി വെക്കുകയാണെങ്കിൽ മീൻ അങ്ങോട്ട് കറി വെക്കും, കുറച്ച് പൊരിക്കും, അങ്ങനെയൊക്കെയാണ് പോകൽ. അപ്പം ഇന്നിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു വ്യത്യാസം വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചോപ്പനെ കൊണ്ട് കറി വെച്ചു, മറ്റത് നമുക്ക് വാഴയിലയിലൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം അതിനുള്ള മസാലകളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. അപ്പം കാശ്മീരി മുളകാട്ടോ, മുളകും പൊടി, ഉപ്പ്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, ഉപ്പ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് നന്നായി വെളിച്ചെണ്ണയിലൊന്ന് നന്നാക്കി കുഴച്ച് മസാലയൊക്കെ റെഡിയാക്കി നമുക്കിത് നല്ലോണം ഇതുമേ തേച്ച് പിടിപ്പിച്ചാട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മീനിൻ്റെ ഈ മുറിച്ച ഭാഗങ്ങളിലൊക്കെ ഇത് നല്ലോണം വാരി പൊത്തി അങ്ങനെയാണ് കേട്ടോ വെക്കണേ. എന്നിട്ട് നമുക്ക് ഇനി ഇതിനെ ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം മുരിഞ്ഞ് പൊരിയണ്ട കേട്ടോ. അങ്ങനെ അല്ലാതെ ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കാം. അപ്പം അതിൻ്റെ മുമ്പ് ഞാൻ 2 പപ്പടം പൊരിച്ചട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടം കൂടി ഞാൻ പൊരിച്ചിട്ട് പിന്നെ നമുക്ക് മീൻ വറുക്കല്ല, ഇങ്ങനെ ഈ വാഴയിലയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്ന് ഉണ്ടാക്കിയതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ 2-3 എണ്ണം ഉള്ളായിരുന്നു, അത് ഞങ്ങൾ ഉച്ചക്ക് തന്നെ കഴിച്ചു കേട്ടോ. രാത്രിക്കൊന്നും അതില്ല, അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ പാനിൽ ഇത് പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ. അപ്പം അങ്ങനെ 2 ഭാഗം തിരിച്ചും മറിച്ചിട്ട് വെന്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരി മാറ്റിയതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ നമുക്ക് വലിയുള്ളി, സവാള നന്നായി അരിഞ്ഞെടുത്തതുണ്ട്, പച്ചമുളക്, പിന്നെ തക്കാളിയൊക്കെ നമ്മൾ സാദാ വഴറ്റണ പോലെ വഴറ്റി അങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ മീനിൽ ചേർത്ത അതേപോലത്തെ മസാലകൾ ഒരുപാട് കൂട്ടണ്ട. മീനിൽ മസാല ഉള്ളത് കൊണ്ട് ഒക്കെ ഒരു പാകത്തിന് ഇച്ചിരിയാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതാ അതിൻ്റെ ഈ സവാളൻ്റെ പിന്നെ ഈ മസാലയും ഇവിടെ നല്ല റെഡി ആയിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു വാഴയിലേക്ക് മാറ്റാം. വാഴയില ഞാൻ കൊണ്ടുവന്നാണ്ട് ഒന്ന് നന്നായി ഒന്ന് വാട്ടിയെടുത്തേക്കണം കേട്ടോ, കാരണം പൊട്ടി പോണീനാണ്. പിന്നെ ആ വാഴയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫസ്റ്റത്തെ അതിൽ കുറച്ച് ഉള്ളി നന്നായി ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഈ മീനിനെ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഓരോന്നും അങ്ങനെ ആക്കിയും കെട്ടാട്ടോ. ഞാനിങ്ങനെ 3 കൂടി ഒന്നിച്ചാണ് കേട്ടോ കെട്ടിയിരിക്കണത്. അപ്പോൾ ബാക്കിയുള്ള ഉള്ളി മീനിൻ്റെ മേലെയും കൂടി ഇട്ട് നന്നായി ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് കെട്ടിക്കൊടുക്കാം കേട്ടോ. ചോറൊക്കെ പൊതിയണ പോലെ തന്നെ പൊതിഞ്ഞിട്ട് നമുക്ക് വാഴൻ്റെ തണ്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കെട്ടിയത്. അങ്ങനെ കെട്ടി ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഇട്ടുങ്ങാണ്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക. അപ്പോൾ നൂഹക്കുട്ടി അത് തിന്നാലെ വെപ്രാളത്തിലാട്ടോ. അപ്പോൾ കൂട്ടുകാരിയും ഉണ്ട്, അപ്പോൾ അവർ കഴിക്കുകയാണ്. അപ്പോൾ ചെറിയ വീഡിയോസാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. 2 പേരും ഇഷ്ടപ്പെട്ടു. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.